ഹലോ, സവിത ഗിരീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സ്പോഞ്ച് പോലെയുള്ള ഒരു വട്ടയപ്പമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ ഇതുപോലെ സ്പോഞ്ച് പോലെ ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഞാനിത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും അതുപോലെ കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ. ഞാനതിനായിട്ട് ഒരു 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് 2-3 പ്രാവശ്യം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിനകത്തൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇനി അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുതിർക്കാൻ വെച്ച അരിയിൽ തന്നെ 2 സ്പൂണോ 3 സ്പൂണോ അരി എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. അതേപോലെ 1 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ കുറുക്കിയെടുക്കാം. ഇത് നമ്മൾ അരി അരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ കുറുക്കിയെടുത്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി നമുക്ക് അരിയിലോട്ട് ചേർക്കാൻ പറ്റില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് കുറുക്കിയെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവും. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പെട്ടെന്ന് അടിയിൽ പിടിക്കും ഇത്. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മുടെ ഈ 1.5 കപ്പ് അരിക്ക് നമുക്ക് ഈ 2 സ്പൂണ് അരിപ്പൊടി കൊണ്ട് കുറുക്കിയെടുത്താൽ മതി. നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പാവ് കാച്ചി എടുക്കണം കേട്ടോ. നമ്മുടെ അരിപ്പൊടി കുറുക്കിയതൊക്കെ സെറ്റായി മാറ്റി വെച്ചു. അതിനുശേഷം നമുക്കിതിലോട്ട് വേണ്ടത് ഈ ഒരു രീതിയിലുള്ള ഒരു മുറി തേങ്ങയാണ്. അപ്പോൾ നമ്മളിത് ചിരകി എടുക്കാം. പക്ഷേ ചിരകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ബേക്കിലത്തെ അതൊക്കെ ആ കളറൊക്കെ വേറെ ആയി കിട്ടും. അപ്പം ഞാൻ എന്താ ചോദിച്ചാൽ ഇതേപോലെ നമ്മൾ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ പൂളി എടുത്തിട്ട് ഇതിൻ്റെ ബേക്കിലത്തെ ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഒന്ന് ചെത്തി കളയുന്നുണ്ടേ. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ല വെള്ള കളറ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേറൊരു കളറ് വെള്ള കളർ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഇതിന് നമ്മൾ ഒരുപാട് മൂത്ത തേങ്ങ എടുക്കരുത്. കരിക്കെടുക്കുകയാണെങ്കിൽ സൂപ്പറാണ്. ഞാൻ പിന്നെ പച്ചത്തേങ്ങ ആട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് മൂത്ത് പോയ തേങ്ങ എടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്നിട്ടിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒന്നും കൂടി ചെറുതാക്കി ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. എനിക്കിത് ഇത്ര കഷ്ണമാക്കിയിട്ട് തന്നെ അരഞ്ഞെടുക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം റെഡി ഒരു മുറി തേങ്ങ മൊത്തം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. എനിക്ക് 1.5 കപ്പ് അരി ഒരൊറ്റ വട്ടയപ്പത്തിനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ അരി കൂട്ടിയിട്ടാൽ മതി. ഇനി നമുക്കതിലേക്ക് ഈ തേങ്ങാപ്പൂളൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 3 ഏലക്കേൻ്റെ കുരു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഏലക്ക ഇട്ട് കൊടുക്കണ്ട. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂണോളം ഈസ്റ്റാണ്. ഈസ്റ്റ് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രഷ് ഈസ്റ്റ് തന്നെ ഇടണം, ഇല്ലെങ്കിൽ മാവ് പൊങ്ങി വരില്ല. ഇനി നമ്മളതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. കാരണം മധുരം ചിലർക്ക് മധുരം കൂടുതൽ വേണം, ചിലർക്ക് മധുരം അധികം വേണ്ട. അങ്ങനെയുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ആ അപ്പത്തിന് നല്ല മധുരം ഉള്ളതാണ് ഇഷ്ടം. നല്ല മധുരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓവറായിട്ടുമില്ല, എന്ന പാകത്തിന് മധുരം ഉണ്ട് താനും. അങ്ങനെയാണ് ഇട്ട് കൊടുത്തത്. പിന്നീട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചില്ലേ, ആ പാവ് കാച്ചിയതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം തേങ്ങയൊക്കെ അരിഞ്ഞ് കിട്ടാനുള്ളതാണ്. അപ്പോൾ അധികം വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ തേങ്ങയൊന്നും അരിഞ്ഞ് കിട്ടാതെ വരും. നമുക്കുണ്ടല്ലേ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ലൂസും ആയിട്ടില്ല, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടില്ല. അപ്പം ഞാനിത് എന്തായാലും നമ്മൾ ചൂടുള്ളൊരു സ്ഥലത്ത് കൊണ്ട് വെക്കണം, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. വലിയ പാത്രത്തിൽ വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ മാവ് തന്നെ നന്നായിട്ട് പുളിച്ച് പുറത്തേക്കൊക്കെ പോയി. അപ്പോൾ വലിയ പാത്രത്തിൽ വെക്കുക എല്ലാവരും. അതുപോലെ തന്നെ ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചാൽ വേഗം പൊങ്ങി കിട്ടും കേട്ടോ. രാത്രിയാണ് വെച്ചത്, രാവിലത്തേക്കാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇഡ്ഡലിത്തട്ട് ഞാൻ ഇതേപോലെ നമ്മൾ പുഴുങ്ങില്ലേ, പഴമൊക്കെ പുഴുങ്ങുന്ന തട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഞാനൊരു പ്ലേറ്റിൽ എണ്ണയൊക്കെ തേച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ രാവിലെ മാവ് എടുത്തപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനത് കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് രാവിലെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ തട്ടിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം.
നമ്മളിങ്ങനെ വെള്ളയപ്പത്തിനാണെങ്കിലും ഇതേപോലെ വട്ടയപ്പത്തിനാണെങ്കിലും മാവ് എടുക്കുമ്പം എപ്പോഴും മുകളിൽ നിന്ന് പൊങ്ങി വന്ന മാവാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. വെള്ളയപ്പം ആണെങ്കിലും നമ്മളിതുപോലെ മുകളിൽ നിന്ന് എടുത്തിട്ട് വേണം വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമുക്ക് ആ മാവെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു, അപ്പം ഞാനതിങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതെല്ലാം അടിയിൽ പോയി കിടക്കും. അപ്പം നമ്മളിതുപോലെ മാവ് ഒഴിച്ച ശേഷം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് വളരെ സോഫ്റ്റ് മാവാണ്, അതുകൊണ്ടാണ് നമ്മുടെ മുകളിൽ തന്നെ ഇതേപോലെ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി. ഇത് ജസ്റ്റ് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ടേസ്റ്റിൽ ഇത് വലിയ പ്രധാനമൊന്നുമില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. ഇത് ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് ഈ വട്ടയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതേപോലെ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഞാൻ ഹൈ ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് സ്പോഞ്ച് പോലെ ആക്കി ഇട്ടിട്ടുണ്ടേ. നമുക്കിത് വേണമെങ്കിൽ ഒന്ന് കുത്തി നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തു നമുക്ക് മനസ്സിലാവും. നമുക്കിത് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ സ്പോഞ്ചായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ച് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ, ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും ഇതുപോലെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. വട്ടയപ്പം പല സ്ഥലത്തും പല രീതിയിലാണ് ചെയ്യുന്നത്. ചില ആളുകൾ ഇതേപോലെ ജീരകവും ചെറിയുള്ളിയൊക്കെ അരച്ചിട്ട് അധികം മധുരം ഇടാതെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതാണെങ്കിൽ ചിക്കൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാണെങ്കിൽ ഒന്നിൻ്റെയും കൂടെ കഴിക്കേണ്ട, വെറുതെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും. കുട്ടികൾക്ക് ഓരോ കഷ്ണം എടുത്ത് കൊടുത്താൽ എപ്പോൾ പ്ലേറ്റ് കാലിയാവും നോക്കണ്ട, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.